മക്കളെ. അപ്പോൾ നമ്മളെല്ലാവരും നീറ്റ് എക്സാമിന് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പോലും അറിയപ്പെടാത്ത, ആരും പോകാത്ത ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ച ഒരു MBBS കിട്ടണമെന്ന് ആരും തന്നെ ആഗ്രഹിക്കില്ല. അതിന് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുകയില്ല അല്ലേ? നമ്മൾക്ക് മെറിറ്റിൽ തന്നെ നമ്മൾ പഠിച്ച് നല്ല റാങ്ക് വാങ്ങി ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മളൊരു MBBS കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 4.5 വർഷം നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്യും ആ കോളേജിൽ തന്നെ. അപ്പോൾ ആ കോളേജിൽ അല്ലെങ്കിൽ വേറെ കോളേജിൽ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഏറ്റവും നല്ല കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ കുറേ പേഷ്യൻസിനെ നമുക്ക് പരിശോധിച്ചൊരു പരിചയം വേണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല കോളേജിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നമ്മളുടെ നീറ്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇവിടെ കുറച്ച് ലിസ്റ്റൊക്കെ മിസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് മിസ് കാണിച്ചു തരാം. ഫസ്റ്റത്തേതാണ് എയിംസ് ഡൽഹി. നിങ്ങൾ ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് ഓപ്ഷൻ മിക്കവാറും പറയുന്നത് എയിംസ് ഡൽഹി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കണ്ടുവെക്കുക. ഇത് നിങ്ങളുടെ ഒരു ഡ്രീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലേ മിസ് ഓരോന്നിനും ഓരോ നമ്പർ ഇട്ട് വെക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഏത് നമ്പറാണ്, ഏത് കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എയിംസ് ഡൽഹിയാണ് എപ്പോഴും നമ്മൾ ഏറ്റവും നമ്പർ 1 ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗഡിലുള്ളത്. ഇതാണ് PGIMER. ഓക്കെ, ഇത് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നിങ്ങൾക്ക് MBBS ചെയ്യാൻ. അടുത്തതാണ് നമ്മുടെ CMC വെല്ലൂർ. ഇത് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും. CMC വെല്ലൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദി ഫെയിം ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ CMC വെല്ലൂർ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരുള്ളതാണ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ബാംഗ്ലൂർ ഉള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ന്യൂറോ സയൻസിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങളൊരു ന്യൂറോളജിസ്റ്റ് ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അല്ലാത്ത ആൾക്കാർക്കും നല്ലതാണ്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദെൻ അടുത്തത് നമ്മളുടെ 5ാമത്, ഇത് നിങ്ങൾ എല്ലാവരും കൂടുതൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആയിരിക്കും പറയണത്, എയിംസ്, ജിപ്മർ ഒക്കെ ആയിരിക്കും പറയണത്. ജിപ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ ആണ് നമ്മുടെ എവിടെയുള്ളത്, പുതുച്ചേരി ഉള്ളതാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ. പക്ഷേ ജസ്റ്റ് നമ്പർ 2 എന്നേ ഉള്ളൂ, ഇത് റാങ്കിങ്ങിൻ്റെ ബേസിലൊന്നും ഉള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണം. ദെൻ അടുത്തതാണ് സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പുതുച്ചേരിയിലുള്ളത്. ഇതും ഒരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് നമുക്ക് 6ാമത്തേതിലാണ് മിസ് വെച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മളിപ്പോൾ മിസ് എയിംസ് ഡൽഹി പറഞ്ഞു. ഓക്കെ, അതേപോലെ നമുക്ക് ഒരു എയിംസ് അല്ല ഉള്ളത്, ഇന്ത്യയിൽ ഒത്തിരി എയിംസ് ഉണ്ട്. അതായത് എയിംസ് ജോധ്പൂർ ഉണ്ട്, എയിംസ് ഭുവനേശ്വർ ഉണ്ട്, എയിംസ് ഭോപ്പാൽ ഉണ്ട്, പാട്ന, റായ്പൂർ, ഋഷികേശ്, റായ്ബറേലി, അതുപോലെ തന്നെ നാഗ്പൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എയിംസ് ഉണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് എയിംസ് ഡൽഹി ആണെന്നേ ഉള്ളൂ, കാരണം ഒരു അടിപൊളി കോളേജാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്ക് അത്ര ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് അത്ര ഫെയിം ആയില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് എയിംസിൽ പഠിച്ചു കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് കോളേജിലേക്ക് വേണ്ടി തന്നെ നിങ്ങൾ എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് മിസ് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞു, ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒത്തിരി ഉണ്ട് മിസ്. ഏകദേശം ഒരു 5 എണ്ണം 6 എണ്ണം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കുമ്പോൾ, നിങ്ങൾക്ക് MBBSന് വേണ്ടി നോക്കുമ്പോൾ അത് എപ്പോഴും നമ്മുടെ ഗവൺമെൻറ് കോളേജാണ്. നിങ്ങൾക്ക് മെറിറ്റിൽ പഠിക്കാം. പിന്നെ നേരത്തെ മിസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പോഷർ കിട്ടുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നമുക്ക് 12 മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ എപ്പോഴും ഈ MBBSനൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ കുട്ടികളുടെയും ചിലപ്പം ചില ആൾക്കാരുടെയെങ്കിലും സങ്കടമായിരിക്കും, അയ്യോ വീട് വിട്ട് നിൽക്കണ്ടേ. അപ്പം നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം, MBBS പഠിക്കാം, വീട്ടിൽ പോയി വരുന്ന രീതിയിലൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് 12 മെഡിക്കൽ കോളേജുകളുണ്ട്. നിങ്ങൾക്ക് MBBS ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് നമ്മുടെ വീട്ടിലൊക്കെ നിന്ന് സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് MBBS പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോളേജ്, നിങ്ങൾ എയിം ചെയ്യുന്ന കോളേജ് ഏതാണെന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വെറുതെ കമൻറ്റ് ചെയ്തുകൊണ്ട് വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നന്നായിട്ട് പഠിക്കണം ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, നീറ്റിന് വേണ്ടി നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, +1 +2 നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക്
എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീറ്റ് ബാച്ചുകളുണ്ട്. +1 നമുക്ക് പൃഥ്വി ബാച്ച് ഉണ്ട്, +2 നമുക്ക് വേദ ബാച്ച് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ എക്സാമിനറിൽ ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിലുണ്ടാവും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇതേപോലെ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.